അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മാലാഖമാരുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നതുവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബം കയ്പും മധുരവുമെന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയ സംബന്ധമായാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില മേഖലകൾ മാത്രം സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ഒരു പിതാവ് കടന്നു വരികയും തന്റെ മകനെക്കുറിച്ച് ധാരാളം പരാതികൾ പറയുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം പിതാവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഈ മകനെ എന്റെ മുന്നിലൊന്ന് ഹാജരാക്കണം. അങ്ങനെ മകനുമായി ഈ പിതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് ചോദിച്ചു, മാതാപിതാക്കളെ അനുസരിക്കുന്ന വിഷയത്തിൽ നീ പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ പിതാവിനെ നീ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നിത്യാദി പരാതികൾ നിന്റെ പിതാവിനോട് പറഞ്ഞു എന്ന രൂപത്തിൽ ആ മകനെ ശകാരിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞു മകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിൽ മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ മാത്രമാണോ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയും കടമയും പഠിപ്പിക്കുന്നില്ലേ എന്ന് ഈ ചെറിയ മകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകളും മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതകളും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇത് പറഞ്ഞ ഉടനെ മകൻ ചോദിച്ചു, എങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്തൊക്കെ? വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്തൊക്കെ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത നല്ല മാതാവിനെ തെരഞ്ഞെടുക്കുക. എന്ത്? നല്ല മാതാവിനെ തെരഞ്ഞെടുക്കുക. ഞാൻ എന്റെ മക്കളോട് ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത എന്താണെന്നറിയോ?
അവരെ ഗർഭം ധരിക്കാനും അവരെ പ്രസവിക്കാനും അവർ കമ്മിഞ്ഞപ്പാല് നൽകാനും അവർക്ക് ഇസ്ലാമികമായ ഗാർഹിക അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ വളർത്താനും കഴിയുന്ന ധാർമ്മിക ബോധമുള്ള സംസ്കാര സമ്പന്നയായ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ കുറിച്ച് തിരിച്ചറിവുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, അതാണ് എന്റെ മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ മകൻ എന്താ പറഞ്ഞെന്നറിയോ? മകൻ പറയാണ്, എന്റെ വാപ്പ ആരെയാ കല്യാണം കഴിച്ചെന്നറിയോ? സഞ്ജീയത്തം മജൂസിയ, അഗ്നി ആരാധകയായ ഒരു പെണ്ണിനെയാ എന്റെ വാപ്പ കല്യാണം കഴിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വാപ്പാനോട് പറഞ്ഞു, ആ പിതാവിനോട് പറഞ്ഞു, നിങ്ങളെ മകനെ ശകാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മകന് നൽകേണ്ട ചില അവകാശങ്ങൾ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മകന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ അനുസരണക്കേട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് ആ പിതാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കുടുംബ ജീവിതത്തിലെ അനിവാര്യ ഘടകമാണ് ഒരു നല്ല പെണ്ണ്, ഒരു നല്ല ഭാര്യ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി നിങ്ങൾ കൂട്ടിവെക്കരുത്. ആയത്തോതി താക്കീത് ചെയ്തു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, സ്വർണവും വെള്ളിയുമല്ലാതെ എന്ത് സമ്പത്താണ് ഞങ്ങൾ സ്വായത്തമാക്കേണ്ടത്, ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശേഖരിച്ചു വെക്കേണ്ട, സ്വായത്തമാക്കേണ്ട ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് ലിയത്തഖിദ് ഖൽബൻ ഷാക്കിറ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, റബ്ബിന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ശേഖരിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്നറിയോ? റസൂലുള്ള പറയാ, ഖൽബുൻ ഷാക്കിർ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഹൃദയം, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, നാവുകളിൽ നിന്ന് നിരന്തരമായി തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാവ് നമുക്കുണ്ടോ? അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ അറിയോ? അത് നമ്മൾ പഠിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ വലിയ സമ്പത്തുകളെ കുറിച്ച് എണ്ണിയപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമതായി എണ്ണിയത് വമർഅത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. എന്ത്? പരലോകത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. സുബഹിക്ക് ബാങ്ക് കൊടുക്കാൻ, സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുക, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളങ്ങൾ ഉയരുമ്പോ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളങ്ങൾ ഉയരുമ്പോ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ പോയി തട്ടിയുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആദർശത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ ജീവിതത്തിലുണ്ടോ? ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. സുബഹിക്ക് എഴുന്നേൽപ്പിച്ച് പള്ളി പറഞ്ഞേക്കുന്ന ഭാര്യ, നിര്യാണിക്ക് താഴെ പേന്റ് ധരിക്കുമ്പോ കാക്ക അതൊന്നും മേലേക്ക് കയറ്റി കൊടുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിര്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല, അതൊന്ന് കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞ് ഭർത്താവിനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭാര്യ. ഇപ്പോ പിന്നെ ദുൽഹജ്ജ് മാസം വന്നാലേ ചില ആളുകൾക്കൊക്കെ താടി ഉണ്ടാവും. കാരണം എന്താ അറിയോ? ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഒളിഹിയത്തിന് ഷെയർ ഇരുന്നിട്ടുണ്ട്. താടിയും മുടിയൊന്നും പഠിക്കാൻ പറ്റൂല. അപ്പൊ താടിയുണ്ട്. പെരുന്നാളിന്റെ അന്ന് ഒളിഹിയത്ത് അറുത്ത് വന്ന് മൂപ്പര് ലേ ഷേവിംഗ് മെഷീൻ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ പോയി പിടിച്ചിട്ട്, കാക്ക അത് റസൂലുള്ളാഹിന്റെ സുന്നത്താ, അത് വിട്ടേക്ക്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ, ആദർശത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ.
ഇങ്ങനെയുള്ള ഭാര്യമാരാണോ നമ്മുടെ ഭാര്യമാർ? നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. വീട്ടിനുള്ളിലെ ടെലിവിഷനിൽ നിന്ന് വൃത്തികെട്ട പെണ്ണിന്റെ ചിത്രം കണ്ട് ആസ്വദിക്കുമ്പോ ആ കണ്ണുപൊത്തി കാണല്ലേ ഹറാമ് എന്ന് പറയുന്ന ഭാര്യ അല്ലേ? നമ്മളെ ഭാര്യമാരെ സ്ഥിതി നേരെ മറിച്ച. നമ്മളിപ്പോ വീട്ടിനുള്ളിൽ നിന്ന് ഒരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുകയാണെങ്കിൽ അല്ലേ, നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മളെ ഭാര്യ വന്നിട്ട് പറയോ, അതെ നിങ്ങൾ അതൊന്ന് മാറ്റിക്കേ, എന്റെ സിനിമേന്റെ സമയമായിക്കണ്, നോക്കണേ. ഏത് ശരിക്കും ചിന്തിക്കണം. നമ്മളൊരു സീരിയലോ എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മളെ ഭാര്യ വന്നിട്ട് പറയാൻ, അതൊന്ന് മാറ്റിയേ, എന്റെ സീരിയലിന്റെ സമയമായിക്കണ്, ഒന്ന് മാറ്റി തരൂ അല്ലേ? ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മൾ കല്യാണം കഴിക്കുമ്പോ നമ്മൾ ദീനല്ല പരിഗണിച്ചത്, മതല്ല പരിഗണിച്ചത്. നമ്മൾ പരിഗണിച്ചത് തറവാടിച്ച മേന്മ, നമ്മൾ പരിഗണിച്ചത് സമ്പത്ത്, നമ്മൾ പരിഗണിച്ചത് സൗന്ദര്യം. ഇത് മൂന്നും പരിഗണിച്ചത് കൊണ്ട് അവിടെ നമ്മൾ മറന്നുപോയൊന്നുണ്ട്, മതം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മതം കൊണ്ട് വിജയിക്കണം. നിങ്ങളെ കൈ മണ്ണ് പുരളേണ്ടി വന്നാലും. ഇതേ രൂപത്തിൽ നേരെ തിരിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കല്യാണം കഴിക്കുമ്പോൾ ചെക്കൻ നന്നാകണം, പുതിയാപ്പള നന്നായിരിക്കണം അല്ലേ? പല ആൾക്കാരെന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു പെണ്ണിന് കല്യാണാലോചന വന്ന് ആൾക്കാരൊക്കെ വന്ന് പിന്നെ ചെക്കന്റെ വീട്ടിലൊരു അന്വേഷിക്കാൻ പോക്കുണ്ട്. ആർക്ക്? വെല്ലിപ്പാക്ക്. ചെക്കന്റെ സ്വഭാവം അറിയാൻ അങ്ങോട്ട് വെല്ലിപ്പാക്ക് ഒരു സന്ദർശനമുണ്ട്. ഏത്? ചെക്കന്റെ വീട്ടിക്ക്. എന്തിനാ സന്ദർശിക്കുന്നറിയോ? വെല്ലിപ്പ അവിടെ ചെന്ന് സലാക്ക പറഞ്ഞ് ചായ ഉണ്ടാച്ചിട്ടുണ്ടാവും മുന്നില്. വെല്ലിപ്പ ചായ മേലേക്കോ ചായക്ക് കൊണ്ടാച്ച കടിയൊന്നല്ല വെല്ലിപ്പ നോക്ക. വെല്ലിപ്പ ഇങ്ങനെ നോക്ക, പറമ്പിങ്ങനെ എത്ര കവുങ്ങുണ്ട്, എത്ര തെങ്ങുണ്ട്, എത്ര ഏക്കർ പറമ്പുണ്ട്, എത്ര റബ്ബർ ഉണ്ട് നോക്കാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദീനുള്ള ഒരു ചെക്കൻ വന്ന് നിങ്ങളുടെ പെണ്ണിനെ അന്വേഷിച്ചാൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായോ, ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാകും, ഈ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകും. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത. ആ വാർത്ത എന്ന് വെച്ചാൽ 60 വയസ്സുള്ള ഒരു വാപ്പ, അതേപോലെ തന്നെ 53 വയസ്സുള്ള ഒരു ഉമ്മ, രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ചെല്ലുക, കൗൺസിലിംഗ് സെന്ററിൽ ചെല്ലുകയാണ്. വാപ്പാന്റെ കയ്യിൽ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഉമ്മാന്റെ കയ്യിൽ 3 മാസം 4 മാസമായ ഒരു പെൺകുട്ടിയുണ്ട്. രണ്ടുപേരും ചെന്നിട്ട് പറയണ എന്താ അറിയോ, ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു, നല്ല മകളാണ്, നന്നായി പഠിക്കുന്നവളായിരുന്നു. അവള് പഠിക്കുന്നതിന്റെ ഇടയിൽ നല്ലൊരു കല്യാണക്കാര്യം വന്നു. ആരാന്നറിയോ? ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളാ. ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്ന കേട്ടോടുകൂടി ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ പിന്നെ ഓൻ കള്ളുടിക്കുന്നവനാണോ, വ്യഭിചരിക്കുന്നവനാണോ, തോന്നിയാസിയാണോ, നിസ്കരിക്കലുണ്ടോ, നോമ്പെടുക്കലുണ്ടോ, ഹജ്ജ് അറിയോ, ഉംറ അറിയോ, ദീനിന്റെ എന്തെങ്കിലും ബാലപാട് അറിയോ, അതൊന്നും ഞങ്ങൾ പിന്നെ നോക്കിയില്ല. ആ ശമ്പളം കേട്ടോടുകൂടി ഞങ്ങൾ അന്തം വിട്ടു, ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 1-1.5 കൊല്ലായതോടുകൂടി പ്രശ്നം തുടങ്ങി. ഒരു 4-5 വട്ടം സിറ്റിംഗ് ഇരുന്നു. അതോടുകൂടി ഒരു കുട്ടിയായി. പിന്നെ ഒരു 2-3 കൊല്ലം എൻ്റെ മകള് കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചു. വീണ്ടും ഒരു കുട്ടിയായി. അതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അവസാനം എൻ്റെ മകള് ജീവിതം മടുത്തൊരു കയറിൽ എൻ്റെ മകള് ജീവിതം അവസാനിപ്പിച്ചു. കരഞ്ഞോണ്ടാം ആ മാതാപിതാക്കൾ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുന്നു? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അതുകൊണ്ട് വിവാഹ രംഗത്ത് നമ്മൾ പാലിക്കാൻ പറഞ്ഞ ചില മര്യാദകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിക്കാൻ പറഞ്ഞ മര്യാദകൾ. എത്ര വലിയ സമ്പന്നയാണെങ്കിലും ശരി, എത്ര വലിയ സൗന്ദര്യവതിയാണെങ്കിലും ശരി, ദീനുണ്ടോ അതാ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്. വിവാഹ രംഗത്ത് 2 കൂട്ടരും, ചെക്കൻ്റെ ആൾക്കാരും പെണ്ണിന്റെ ആൾക്കാരും 2 കൂട്ടരും മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ഇനി നമ്മൾ മനസ്സിലാക്കണ മറ്റൊരു ചുരുക്കി പോവാൻ. ഇനി നമ്മൾ മനസ്സിലാക്കണത് വെച്ചാൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ജീവിതത്തിൽ താൻ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ. ഒരു പെണ്ണ് വിവാഹത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരിക്കും മനസ്സിലാക്കണേ, ഞാൻ എൻ്റെ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്താണ്. ശരിക്കും മനസ്സിലാക്കണം. ഓരോ പെണ്ണും മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ എൻ്റെ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്താണ്. എന്റെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും എന്റെ ഭർത്താവ് മാത്രം.
എന്നിലേക്ക് മറ്റുള്ളവർ കയറിയിറങ്ങുന്ന സാഹചര്യം ഞാൻ എന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു പെണ്ണ് അവള് സുഗന്ധം പൂശി എന്നിട്ട് അവള് പുറത്തിറങ്ങുക. സുഗന്ധം പൂശിയിട്ട് ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അവള് വ്യഭിചാരിണിയായ പെണ്ണാ. റസൂലുള്ള പറയാ അവള് വ്യഭിചാരിണിയായ പെണ്ണാ. എന്തുകൊണ്ടാ റസൂലുള്ള അത് പറഞ്ഞത്? ഒരു പെണ്ണ് ആസ്വദിക്കപ്പെടേണ്ടത് ഭർത്താവിന്റെ മുമ്പിൽ, അലങ്കാരം സ്വീകരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിൽ, സൗന്ദര്യം സ്വീകരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിൽ. ഇവള് ഈ സുഗന്ധം പൂശി അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാ അവള് വ്യഭിചാരിണിയാ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാ ഇന്ന് നോക്ക്, ശരിക്കും ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് എങ്ങട്ടാ നമ്മുടെ സ്ത്രീകളൊക്കെ ഇറങ്ങിപ്പോന്ന അങ്ങാടിയിലേക്ക്? ഏറ്റവും നല്ല സുഗന്ധം പൂശി അങ്ങാടിയിലേക്ക്. നല്ല ഭർത്താവിന്റെ അടുത്ത് ചെല്ലെങ്ങനെയാ? ആ വൈകുന്നേരം കൊണ്ടുവന്ന 5 കിലോ മത്തി ഉണ്ടാവും, അതൊക്കെ മുറിച്ചിട്ട് കീറിയ ഉടുതുണിയായിട്ട് ഇങ്ങനെ ചെല്ലും ഭർത്താവിന്റെ അടുക്കലേക്ക്. അപ്പൊ തന്നെ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊരു നാറ്റം എങ്ങനെയാ ഈ കുടുംബജീവിതമൊക്കെ വിജയിക്കുക? അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ നിയമങ്ങളും ഇസ്ലാം പറഞ്ഞ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചാൽ ജീവിതം മധുരിക്കും. അതേ, ജീവിതത്തിന്റെ രസം, ജീവിതത്തിന്റെ സമാധാനം, ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലേ, അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ അറിയോ? ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇടക്കിടക്ക് ഭാര്യമാരെ ഉപദേശിപ്പിക്കും. ഒരിക്കലും ഭാര്യമാരെ ഉപദേശിക്കുന്നതിന്റെ ഇടയിൽ റസൂലുള്ള ഒരിക്കലും ഉപദേശിക്കുക എന്താ അറിയോ? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിച്ചു തരിക. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഇത് നിങ്ങൾ കേട്ട ഹദീസാ, എന്നാലൊന്ന് ഓർമ്മിപ്പിക്കാൻ. റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, നരകത്തിൽ അധിക പേരും സ്ത്രീകളാണ്. നമ്മുടെ ഉമ്മ ഉടനെ തന്നെ ചോദിച്ചു, അല്ല റസൂലേ, അതെന്തുകൊണ്ടാ സ്ത്രീകൾ അധികവും നരകത്തിലായത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുഫരിഹിന്ന, അവരുടെ നിഷേധം കൊണ്ടാണ്. ഉടനെ തന്നെ നമ്മുടെ ഉമ്മ ചോദിച്ചു, അയകുഫുർന ബില്ലാ, അവരൊക്കെ അള്ളാനെ നിഷേധിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. അവരൊക്കെ അള്ളാനെ നിഷേധിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല, അള്ളാനെ നിഷേധിക്കുന്നവരായത് കൊണ്ടല്ല അവര് നരകത്തിലായത്. എന്താ കാരണം എന്നറിയോ? യക്ഫുർനൽ അശീർ വയക്ഫുർനൽ ഇഹ്സാൻ, ഭാര്യമാർ അവർ നന്മയെ നിഷേധിക്കുന്നവരും ഭർത്താവിനെ നിഷേധിക്കുന്നവരുമാണ്. എന്നിട്ട് റസൂലുള്ള വിശദീകരിക്കാൻ, എങ്ങനെയാ ഒരു ഭാര്യ ഭർത്താവിനെ നിഷേധിക്കുക, എങ്ങനെയാ ഒരു ഭാര്യ നന്മയെ നിഷേധിക്കുക? റസൂലുള്ള പറയാ, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, കാലം മുഴുവനും ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് നന്മ ചെയ്തു, ഇനി എന്തെങ്കിലും ഒരു ന്യൂനത ഭർത്താവിന്റെ കണ്ടാൽ അവള് പറയാന്തറിയോ, മാറഅയ്തു മിൻക ഖൈറൻ ഖത്വ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഭാര്യ പറയും. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുതിയ ഡ്രസ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു മോഹ, എനിക്കും അങ്ങനത്തെ ഒന്ന് വേണ്ടീനും അല്ലേ? സാധാരണ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു അഭിലാഷമാണ്, ആഗ്രഹമാണ്. അവരുടെ ആഗ്രഹത്തിന്റെ പട്ടിക വിശാലമാണ്. അത് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഒരു ദിവസം ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയാണ്, നിങ്ങള് അപ്പുറത്തെ ജമീൽ തത്താന്റെ പുതിയ പർദ്ദ കണ്ടിനോ? അടിപൊളി പർദ്ദയാണ്, എനിക്കും അങ്ങനത്തെ ഒന്ന് വേണം. ഭർത്താവാണെങ്കിൽ പൈസയൊന്നുമില്ല, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇത് പറയുകയും ചെയ്തത്. അപ്പൊ 4-5 വട്ടം പറഞ്ഞു, മൂപ്പര് കേട്ടില്ല. 5-ാമത്തന്ന്, നിങ്ങൾ വാങ്ങിത്തരൂലല്ലേ, നാളെ മുതലേ കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും, അതുകൊണ്ട് ഇത് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അങ്ങനെ മൂപ്പര് ബേജാറായി. നാളെ മുതൽ കഞ്ഞിയും ചമ്മന്തിയാണ്, കുടുങ്ങി തന്നെ. അങ്ങനെ മൂപ്പര് പിറ്റേന്ന്, ആയിക്കോട്ടെ ഞാൻ എന്തായാലും ഇന്ന് വരുമ്പോൾ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പോയി. അങ്ങനെ മൂപ്പര് പോയി തിരിച്ചു വരുന്ന സമയം വരെ ഇയാള് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കുക. പഠിച്ചോനെ വരുന്നുണ്ടല്ലോ ആള്, ഇങ്ങോട്ട് എത്തിക്കണേ. ഇങ്ങനെ മൂപ്പര് സാധനമൊക്കെ പിടിച്ചിങ്ങനെ കേറി ഇങ്ങനെ വരിക, അസ്സലാമു അലൈക്കും. അപ്പൊ ഇയാള് വലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞ്, അല്ല പിന്നെ എന്റെ സാധനം ആയിരിക്കില്ലേ കയ്യില്, ഞാൻ പറഞ്ഞ സാധനം ആയിരിക്കില്ലേ കയ്യില്? എന്ത് സാധനം? അല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പർദ്ദ വാങ്ങാൻ? പർദ്ദ? എന്ത് പർദ്ദ? അല്ല ഞാൻ രാവിലെ പോകുമ്പോ നിങ്ങൾ പറഞ്ഞില്ലേ വാങ്ങാന്ന് പർദ്ദ? അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പർദ്ദ അല്ലേ? അത് സംഭവം നമ്മളെന്നറിയോ, രാവിലെ ജോലിക്ക് കയറി വൈകുന്നേരം ഇറങ്ങിയ ജോലിന്ന് ഒരു സെക്കൻഡ് ഒഴിവ് കിട്ടിയിട്ടില്ല. മോളെ ഇന്ന് ഞാൻ അത് വാങ്ങിയിട്ടില്ല, ഇതൊന്നും വിചാരിക്കണ്ട, നാളെ എൻ്റെ കുട്ടിക്ക് ഞാനത് കൊണ്ടുത്തരും. അപ്പൊ തന്നെ ഉണ്ടാവും 2 ഭാഗവും തേനീച്ച കുത്തിയ പോലെ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ടാവും.
ല്ലേ? എന്നും മൂപ്പര് കയറി വരുമ്പോ ആ സാധനം ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോയിരുന്നു. ആ സാധനം തിരിഞ്ഞും കൂടെ നോക്കാതെ, നിങ്ങളെ കൂടെ ഞാൻ എത്ര കൊല്ലായി ജീവിക്കുന്ന, 10 രൂപ കൊല്ലായില്ലേ, ഇന്നു വരെ ഒരു നൂലിന്റെ കഷ്ണം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ഇത് പറയുമ്പിട്ട ഡ്രസ്സ് വരെ ഇയാൾ വാങ്ങിക്കൊടുത്ത, എന്നിട്ടാ പറയാ ഇന്നു വരെ ഒരു നൂലിന്റെ കഷ്ണങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടോ? അതാ റസൂലുള്ള പറഞ്ഞത്. പിന്നെ നിങ്ങളിൽ നിന്ന് വല്ല ന്യൂനതയും കണ്ടാൽ പെണ്ണ് പറയും, ജീവിതത്തിൽ ഇന്നു വരെ ഒരു നന്മ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്ന് പെണ്ണ് പറയും. ഇത് വാസ്തവമാണ്. എന്നിട്ട് അടുത്ത ഡയലോഗ് എന്താ അറിയോ? അടുത്ത ഡയലോഗ്, നിങ്ങൾ നാത്തോനാ പറഞ്ഞ നിങ്ങൾ അപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കും, നിങ്ങൾ ഉമ്മയാ പറഞ്ഞെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പോയി വാങ്ങിക്കൊടുക്കും, എന്നാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വാങ്ങിത്തരൂല്ലട്ടെ, ആയിക്കോട്ടെ നമുക്ക് കാണാം, നമുക്ക് ഗോതയിൽ വെച്ച് കാണാം എന്ന് വരെ പറയുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഉമ്മ പറഞ്ഞാൽ ഞങ്ങൾ വേഗം വാങ്ങിക്കൊടുക്കും. അതിനൊരു കാരണമുണ്ട്. അത് ഞങ്ങൾ ഉമ്മ പഠിപ്പിച്ചു തന്ന. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ബന്ധം ആരോടാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗജുഹ, അവളുടെ ഭർത്താവിനോടാണ്. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ബന്ധം അവളുടെ ഭർത്താവിനോട്. രണ്ടാമത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, അല്ല റസൂലേ, എന്നാ ഒരു പുരുഷൻ ഏറ്റവും ബന്ധം ആരോടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മുഹു, അവന്റെ ഉമ്മയോടാ. റസൂലുള്ളാഹി പറയാ, അവന്റെ ഉമ്മയോടാ. അപ്പൊ ഉമ്മ പറഞ്ഞ ഞങ്ങൾ വേഗം വാങ്ങിച്ചു കൊടുക്കും. ആ വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, പഴി പറയാൻ പാടില്ല. അതിനൊരു കാരണമുണ്ട്. ഇനി സഹോദരങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് ചുരുക്കി പോവാൻ ഭാര്യമാര് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും പടച്ചോ നാളെ ചോദിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന ഒരു നല്ല ഭാര്യയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ഭർത്താവിന് താങ്ങും തണലുമായി, സമാധാനമായി, സാന്ത്വനമായി തീരാൻ നിങ്ങളുടെ വാക്കുകളെ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ? ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കീഴിലുള്ള ഒരു അടിമയാണ്. നമ്മളിങ്ങനെ മറ്റേ ചാരിയസരം ഇങ്ങനെ പോയിരുന്നിട്ട് 7 മണി കൃത്യമാകുമ്പോൾ പേപ്പർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കും, ആ ചായ എന്ന് പറയുമ്പോൾ ചായ ഇങ്ങനെ കൊണ്ടുകൊടുക്കുക. അപ്പൊ 10 മണി നാസ്ത അവിടെ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ കൽപ്പിക്കുക. 36 ഇങ്ങനെ എല്ലാം ചെയ്ത് ഒരു അടിമ ജോലി ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് പലപ്പോഴും പല കുടുംബത്തിലെയും ഭാര്യമാർ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഭർത്താക്കന്മാരെ ഇത് ശരിയല്ല. ഒരു നല്ല ഭർത്താവിന്റെ ക്വാളിറ്റി, ഒരു നല്ല ഭർത്താവിന്റെ സവിശേഷതകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ല ഭർത്താവാ, ഏറ്റവും നല്ല ഭർത്താവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല പുതിയാപ്പിള എങ്ങനെ ഉണ്ട്? അപ്പൊ പറയാ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം തന്നെ ഖുർആനാ. നമ്മളെ ഭാര്യമാരോട്, അല്ല നമ്മളെ മാമയ്ക്ക് എങ്ങനെ ഉണ്ട്? ഒന്നും പറയണ്ട, പുറത്തൊക്കെ നനഞ്ഞ പൂച്ചയാ, ഇങ്ങോട്ട് കേറി വന്നാണ്ടല്ലോ ഇവിടെ ബദറു ഉഹുദു ഹന്തക്കുവാ. നിങ്ങളെ ആലോചിച്ചു, നമ്മളെ പറ്റിയൊക്കെ നമ്മളെ ഭാര്യമാരോട് ചോദിച്ചാൽ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഒരു ഭർത്താവ് എന്ന നിലയിൽ അനിവാര്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല വാക്കുകൊണ്ട്, നല്ല പ്രവർത്തനങ്ങളിലൂടെ, നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അവരുമായി സഹവസിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഭർത്താവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു, അർഹിക്കുന്ന സ്ഥാനം അവർക്ക് നൽകി. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ചു. എത്രത്തോളം അറിയോ? വീട്ടിലെ പല കാര്യങ്ങളിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ സഹായിച്ചു, ഭാര്യമാരെ സഹായിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ ഭാര്യക്ക് മാവ് കുഴച്ചു കൊടുക്കുക. മാവ് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് മാവ് കുഴക്കാൻ ഉപയോഗിച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി റസൂൽ ഇങ്ങനെ മുടി ഇങ്ങനെ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിനോട് ഭാര്യ ചോദിച്ചു, അല്ല മൊഞ്ചനായിട്ട് എങ്ങോട്ടാ പോന്നെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് മൊഞ്ചനൊക്കെ കാണും. സത്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കാൻ, ഇന്നുവരെ അടുക്കള നമ്മൾ കണ്ടിട്ടുണ്ടോ?
പലരും കണ്ടിട്ടുണ്ടാവില്ല. അത് തിന്നാൻ നേരത്ത് പോകുമ്പോൾ മാത്രമേ അടുക്കള കാണുള്ളൂ. ഒന്ന് ചെന്നിട്ട് അല്ലേ, പലപ്പോഴും ചില ഭാര്യമാരൊക്കെ പറയും, നിങ്ങൾ ഇവിടെ എനിക്ക് ഒരു പണി നിങ്ങൾ ചെയ്തു തരണ്ട, പക്ഷെ ഒന്നും ഇവിടെ വന്നൊന്ന് ഇരുന്ന് തന്നാൽ മതി, നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി. അതൊരു സമാധാന പല ഭാര്യമാർക്കും. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സംസാരം, അല്ലേ, നമ്മളവിടെ ഉണ്ട് എന്നൊരു തോന്നൽ തന്നെ പല ഭാര്യമാർക്കും സമാധാനം. ഇത് തിരിച്ചറിയാൻ ഭർത്താക്കന്മാരെ നമുക്ക് സാധിക്കണം. എന്നെങ്കിലും ഒരു ദിവസമൊക്കെ ചെറിയൊരു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് തക്കാളി മുറിച്ചു കൊടുക്കോ, ഒരു ഉള്ളി മുറിച്ചു കൊടുക്കോ, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇനി ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം എന്താ അറിയോ? ഭർത്താക്കന്മാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിയ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചീത്ത, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തെറിയ. നിങ്ങൾ വിചാരിക്കും പലപ്പോഴും ഇരുത്തൊക്കെ കണ്ടാൽ ഞങ്ങൾ പാവങ്ങളാട്ടോ, ഞങ്ങൾ ആജാതി ഒന്നും ചെയ്യലില്ല അല്ലേ. നമ്മളെ പറ്റിയല്ല കേട്ടോ, ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ ചില ഭർത്താക്കന്മാരൊക്കെ പറ്റിയൊക്കെ ഭാര്യമാരോട് ചോദിച്ചോക്കണ്ടേ. ചപ്പാത്തിന്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അത് നീളം കൂടിപ്പോയതിന് പ്ലേറ്റ് അങ്ങോട്ട് അടുക്കളയിലേക്ക്, മറ്റേ ഇപ്പുറത്തെ ഗ്ലാസ് ഇങ്ങോട്ട് പുറത്തേക്ക് അല്ലേ. ഈ ജാതി പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അദ്ദേഹം എന്തൊരു പ്രതിസന്ധിയും പ്രയാസവും വന്നാൽ പോലും അവിടെയൊക്കെ ക്ഷമിക്കുന്ന, അദ്ദേഹം സഹിക്കുന്ന രംഗങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീബിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ കാരക്കയായിട്ട് ഇങ്ങനെ വരുന്നത് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി കാരക്ക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഭാര്യന്റെ അടുത്ത് നിന്നാ കൊണ്ടുവരുന്നത്. ആയിഷ ബീബിയുടെ ഇരിക്കണ്ട്, അപ്പുറത്തെ റൂമിൽ നിന്ന് മറ്റേ ഭാര്യന്റെ അടുക്കൽ നിന്ന് ഒരു പാത്രത്തിൽ കാരക്ക കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്ന് റസൂലുള്ളാഹി ഇങ്ങനെ എടുക്കുന്നോട് ആയിഷ ബീബി ഒരറ്റ തട്ടിട്ട് കൊടുത്തു. കാരക്കയും പാത്രവും നിലത്ത് വീണ് പാത്രം പൊട്ടി കാരക്ക 4 ഭാഗത്തേക്കും ചിതറി മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയോ? നമ്മളാണ് എന്താ ചെയ്യാ? അത് കഴിഞ്ഞിട്ട് പറയും റസൂലുള്ളാഹിന്റെ. നമ്മളാണ് എന്താ ചെയ്യാ അല്ലേ? ഒരാറ്റി ഒന്നും കൊടുക്കും ഓക്ക്, പിന്നെ അവളെ കയ്യ പൊന്തൂല. നമ്മൾ പറയാതാ ഇനിയോളെ കയ്യങ്ങടെ പൊന്തൂല എന്ന് പറയും. എന്നാ റസൂലുള്ളാഹി എന്താ ചെയ്തെന്നറിയോ? ചിരിച്ചോണ്ട് മുട്ടുകുത്തി നിലത്തിയിരുന്നു. എന്നിട്ട് അകത്തുനിന്ന് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കാരക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത്. ആയിഷ ബീവിയുടെ കൺതടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊടുക്കുകയാണ്. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ മുട്ടിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിവേകം ചെയ്തു പോയി റസൂലേ, പൊറുക്കണം റസൂലേ, പൊറുത്തു തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാ, ആയിഷ മാപ്പ് തരാൻ ഞാനല്ലാതെ നിനക്ക് മറ്റാരാ മാപ്പ് തരിക? ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടതാ. നമ്മുടുമായി എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോ, വീട്ടിലൊരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോ അപ്പൊ തന്നെ അടി, പ്ലേറ്റ് എടുത്തെറിയ, വാതിൽ ചവിട്ടി പൊട്ടിക്കുക. ഈ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട്, ഈ കലാപരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒന്ന് ഭാര്യയുടെ വിഷയത്തിൽ ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് സഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു പ്ലേറ്റ് അങ്ങോട്ട് പൊട്ടിപ്പോയി, ഒരു ഭക്ഷണമാണ് നിലത്ത് വീണത്, എന്നിട്ട് പോലും അവിടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. നമ്മളും ശ്രദ്ധിക്കണം. ക്ഷമിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ക്ഷമിക്കണം, സഹിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സഹിക്കണം. എല്ലാവരും പരസ്പരം അറിയണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിക്കറിയണം. മനസ്സു തുറന്ന് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ പല വീടുകളിലും ഇന്നില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഭാര്യയുടേതായ കാര്യങ്ങൾ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് സമാധാനമുള്ള ജീവിതം ഉണ്ടാകുള്ളൂ. പിന്നെ സഹോദരങ്ങളെ, ചുരുക്കി വരികയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ അയൽവാസി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുട്ടീനെ കാണാൻ പോകും. നമ്മളൊക്കെ കുട്ടിയെ കാണാൻ പോയിട്ട് നമ്മളെന്താ ചെയ്യാന്നറിയോ? കുട്ടീനെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ, ആഹാ എൻ്റെ മൂക്ക് എന്നാട്ടോ, എൻ്റെ കണ്ണ് എന്നട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വേക്കുന്നുണ്ട് ആ വല്യമ്മ, പഠിച്ച തമ്പുരാനെ ഇവളെന്തിനാ വന്ന്, ഇന്ന് കുട്ടിക്ക് പനിയായിരിക്കും. കാരണം എന്താ? കണ്ണേറ് കിട്ടിട്ടേ ആ നിറൽ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അതല്ലേ ശരി. ഒരു കുട്ടീനെ കാണാൻ ചെന്ന ഇസ്ലാം പഠിപ്പിച്ച മര്യാദ എന്താ അറിയോ? ബാറക്കല്ലാഹു ഫീ, മബ്റൂക്ക്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പിന്നെ നമുക്കറിയാം ബാങ്ക് കൊടുക്കുന്ന വിഷയം നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പ്രസവിക്കപ്പെട്ട ഉടനെ മധുരം കൊടുക്കണം.
റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതാ മധുരം കൊടുക്കൽ. നമ്മൾ സംസം കുപ്പിയൊക്കെ ആയിട്ട് അല്ലേ ഹോസ്പിറ്റലിലേക്കോ, അതുകൊണ്ട് സംസമിന് ആരും ബർക്കത്തില്ല എന്നല്ല. എന്തൊരു ഉദ്ദേശത്തിനാണോ നമ്മൾ സംസം കുടിക്കുന്നത് അത് അള്ളാഹു പൂർത്തീകരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ട ബർക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. എന്നാൽ പ്രസവിച്ച കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ട എന്താ? മധുരമാണ്. പിന്നെ രണ്ടാമത്തെ എന്താ അറിയോ? കുട്ടിക്ക് നല്ല പേരിടുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നേരത്തെ വന്ന കുട്ടിയില്ലേ, രണ്ടാമത് ചോദിച്ചു ഉമർ റളിയല്ലാഹു ഇനി എന്താ ബാധ്യത? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, വാപ്പാന്റെ രണ്ടാമത്തെ ബാധ്യത എന്താ അറിയോ? നല്ല പേരിടുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മകൻ പറയാ, എന്റെ വാപ്പ എനിക്ക് എന്താ പേരിട്ടെന്നറിയോ? സമ്മാനി ജുഅലൻ, ചൊറി. എന്റെ വാപ്പ എനിക്ക് പേരിട്ടതാ. ഇപ്പൊ പേരിടുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്മാഇ മാ ഉബ്ബിദ, പേരുകളിൽ വെച്ച് ഏറ്റവും നല്ല പേര് അബ്ദു ചേർത്തുകൊണ്ടുള്ള പേര്. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുൽ മാലിക്, അബ്ദുൽ മുഹൈമിൻ, അബ്ദുർ റബ്ബ്, ഈ രൂപത്തിലുള്ള അബ്ദു ചേർത്തുകൊണ്ടുള്ള പേര് ഏറ്റവും നല്ല പേര്. നമ്മളെ നാട്ടിൽ പ്രസവിച്ച ഉടനെ തന്നെ അടുത്തുള്ള മൗലവിക്ക് പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും മൗലവി അല്ലേ? ആ ഞാൻ മൗലവി തന്നെയാ. അല്ല ഇങ്ങനെ ഒരു പിന്നെ എന്റെ പെണ്ണുങ്ങളെ പേര് ഈ അക്ഷരം വെച്ചുകൊണ്ടുള്ളതാണ്, എന്റെ പേര് ഈ അക്ഷരം വെച്ചുകൊണ്ടുള്ള, ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു പേര് നിങ്ങൾ ഉണ്ടായിത്തരുവോ? എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അല്ല ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ കേരളത്തിലിറങ്ങിയ ഇന്ത്യയിലിറങ്ങിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ഡിക്ഷണറി ഒക്കെ നോക്കി അതിന്റെ അർത്ഥം നോക്കി കണ്ടെത്തണം. ഇനി അർത്ഥമൊന്നുമില്ലേ, എന്നാൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഇല്ലേ അർത്ഥം? ഏയ് മഹാപണ്ഡിതന്മാര് ഇങ്ങോട്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഇല്ലേ? ഈ ആയിട്ടുള്ള സാധ്യത വേണ്ട. റസൂലുള്ള പറയാ, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, പടച്ചോനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നുള്ള പേര്, അബ്ദുള്ള റഹ്മാൻ എന്നുള്ള പേര്, ഇതാ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ഇത് നിങ്ങളെ ഭാര്യന്റെ അടുത്ത് എന്നിട്ട് മോളെ ഫാത്തിമ, നമ്മളെ പ്രസവിച്ച ആൺകുട്ടിയല്ലേ, നമ്മളെ അബ്ദുള്ള എന്നിട്ടാലോ, അബ്ദുറഹ്മാൻ എന്നിട്ടാലോ? അബ്ദുള്ളന്നോ 90 വയസ്സുള്ള വല്യപ്പാന്റെ പേരോ? എന്തായാലും വേണ്ടട്ടോ, എന്തായാലും വേണ്ട. നിങ്ങൾ ചോദിച്ചു സമ്മതിക്കൂല. എന്നിട്ട് അവസാനം എന്താ അറിയോ? നമ്മൾ വാശി പിടിച്ച ഇവരെന്താ പറയാന്നറിയോ? എന്നാ അതിന്റെ വാലിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ ചേർത്താലോ, എന്തെങ്കിലും ഒരു പേരെന്ത് ചെയ്യും ഇവര് ചേർക്കും. അവസാനം ഈ കുട്ടി 10ാം ക്ലാസ്സിലെത്തിയാൽ വില്ലേജ് ഓഫീസിൽ ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ, അവിടുന്ന് നേരെ സ്കൂള്, പിന്നെ ഒന്ന് വില്ലേജ് ഓഫീസിൽ, പിന്നെ ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ. ഈ കുട്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. കാരണം എന്താ? 3-4 പേരുണ്ട് ഈ കുട്ടിക്ക്, അതിൽ ഏതോ ഒരു അക്ഷരം തെറ്റിയിട്ടുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പൊറുതിമുട്ടുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അറിയോ? കുട്ടിക്ക് പേരിടുമോ നല്ല പേരിടുക, ആശയമുള്ള പേര്, ഖുർആൻ പറഞ്ഞ പേരുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് അബ്ദു ചേർത്തുകൊണ്ടുള്ള പേര്, അതാ ഏറ്റവും നല്ല പേരെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഒരു കുട്ടി പ്രസവിച്ചാൽ 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള സമയം ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ട സമയമാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം. കാരണം കുട്ടികളുടെയൊക്കെ തലച്ചോറിൽ ന്യൂറോണുകളാണ്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിനാണ് സിനാപ്സുകൾ എന്ന് പറയാ. കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയമാണ് 6 മാസത്തിന്റെയും 3 വയസ്സിന്റെയും ഇടയിലുള്ള സമയം. ഈ സമയത്ത് കുട്ടി എന്ത് കാണുന്നു, ഈ സമയത്ത് കുട്ടി എന്ത് കേൾക്കുന്നു, ഈ സമയത്ത് കുട്ടി എന്തിന് സാക്ഷ്യം വഹിക്കുന്നു, അതാണ് ഭാവിയിലെ കുട്ടി. ഈ സമയത്ത് കുട്ടി എന്ത് കണ്ടാലും അത് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കും, കുട്ടി എന്ത് കേട്ടാലും അത് അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഈ സമയത്തുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ചെറിയൊരു കുട്ടി 1.5 വയസ്സുള്ള കുട്ടീന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചു, കൈ ഇങ്ങനെ കെട്ടുമ്പോൾ കുട്ടികൾ കൈ കെട്ടും. നമ്മൾ ചുണ്ടിങ്ങനെ ചലിപ്പിക്കും, കുട്ടികൾ ചുണ്ട് കലിപ്പിക്കും. എത്രത്തോളം അറിയോ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു, ബെല്ലക്കടിച്ച്, അപ്പോൾ ഭാര്യയാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു, ഞാൻ കയറിയിരുന്നു. 1.5 വയസ്സുള്ള ചെറിയ മോന, 1.5 വയസ്സുള്ള കുട്ടികളെ കണ്ടാ എന്തായാലും നമ്മൾ വിളിക്കും. ഞാൻ സ്നേഹത്തോടെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, കാക്ക ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു. കുട്ടി തിരിഞ്ഞു നിന്നിട്ട് ഓടാ. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ കുട്ടി ഇത് പറയാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെ ബേജാറായിപ്പോയി, ഇല്ലാണ്ടായിപ്പോയി. അവസാനം ഞാനെന്താ ചെയ്തെന്നറിയോ? ഏതായാലും ഓൻ ഇങ്ങോട്ട് വരട്ടെ, ഓനിക്ക് ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഓൻ ചായ എടുക്കായിരുന്നു. കുട്ടികളൊക്കെ നല്ല അതിഥികളെ ആദരിക്കേണ്ട പദങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഉഷാർ തന്നെയാണ് ജിട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ മധു പറയാ? എന്നോട് പറഞ്ഞില്ലേ? അതെന്താടോ? എന്നിട്ട് എന്നോട് പറയാണ്, ഇത് സംഭവം എന്താ വെച്ചാൽ ഇവന്റെ മൂത്തൊരു കുട്ടിയുണ്ട്, 5.5 വയസ്സുള്ള കുട്ടി. ഓനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. 8:30 മണിക്ക് ഓന്റെ വണ്ടി വരും. 8:30 മണിക്കേക്ക് ഓൻ ഉണർത്തി കിട്ടണമെങ്കിൽ ഓന്റെ ഉമ്മ ഒരു 150 വട്ടം ഈ സാധനം പറയും, ഉണർന്നു കിട്ടാൻ.
പിന്നെ ഉണർന്നു കഴിഞ്ഞ് കുളിപ്പിച്ച് കട കൊണ്ടുവരണമെങ്കിൽ ഒരു 50 വട്ടം കൂടെ പറയണം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം അകത്തേക്ക് ചെല്ലണമെങ്കിൽ ഒരു 50 വട്ടം. ഈ ശബ്ദവും ഈ തെറിയും ഈ ചൂടാകലൊക്കെ കേട്ടിട്ട് ആരും ഉണർന്നു വരുന്നത് 1.5 വയസ്സുള്ള കുട്ടി മനസ്സിലാക്കി എന്താ അറിയോ? തേനെ, മോനെ, കരളെ എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്ത് ഈ പറയുന്ന വാക്കെന്നാ ഇവ മനസ്സിലാക്കിയത്. ആരാ ഇതിന്റെ ഉത്തരവാദി? ശരിക്കും മാതാപിതാക്കളാ. ഇനി നിങ്ങൾ നോക്ക്, കള്ളം പറയാൻ പോലും പഠിപ്പിക്കുന്ന ആരാന്നറിയോ? മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന ആരെയോ? നമ്മുടെ മാതാപിതാക്കളാ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉമ്മക്കാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടില് ഒരു സൽക്കാരുണ്ട് നോക്കുക. വീട് നമ്മൾ എന്ത് ചെയ്യും? വീട് ശരിക്കും നമ്മൾ വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഉമ്മ ഇങ്ങനെ മാറാല തട്ടുന്നതിന്റെ ഇടയിൽ വാപ്പ ഗൾഫിൽ നിന്നുകൊണ്ട് ഒരു നല്ലൊരു ക്ലോക്ക് ഉണ്ടേനും അത് നിലത്ത് വീണങ്ങട് പൊട്ടി. സുബ്ഹാനല്ലാഹ്. ഇത് ചെറിയ 3 വയസ്സുള്ള മോൻ കാണുകയും ചെയ്തു. ഇത് കണ്ടോടുകൂടി കുഞ്ഞോനെ ജി ഉപ്പച്ചി വന്നാ പറയരുത് കേട്ടോ, ഇവിടെ ബദറു ഉഹുദു ഹന്തൊക്കെ ഉണ്ടാവും മോനെ, അതുകൊണ്ട് ഇജ്ജി ഇത് പറയരുത് മോനെ. ഐസ്ക്രീം വാങ്ങിത്തരുമല്ലോ ഉമ്മച്ചി. ഉമ്മച്ചി ഐസ്ക്രീം വാങ്ങിത്തരുമോ? ഐസ്ക്രീം വാങ്ങിത്തരൂ. അങ്ങനെ മോൻ എന്ത് ചെയ്തു? സോപ്പിട്ട് മോൻ പറയില്ല എന്ന് പറഞ്ഞു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊരിഞ്ഞ ക്രിക്കറ്റാ. ഒരൊറ്റ 6 ടിവിന്റെ ചില്ല തട്ടട. ഈ സമയത്തിന്റെ ഉമ്മക്ക് മറ്റേ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ല, മറ്റേ ഉറഞ്ഞുള്ളുന്ന ഈ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. ഉമ്മ ചൂലും എടുത്തിട്ട് ഇവന്റെ പിന്നാലോടി ഇവനെ കിട്ടണ്ടേ. അവസാനം ഇവനോട് പറഞ്ഞു, എന്റെ വാപ്പ ഇങ്ങോട്ട് വരട്ടെ, എന്നെ 4 അടിയാൻ കൊള്ളിക്കുന്നൊക്കെ പറഞ്ഞു. വമ്പിച്ച ചൂടാവല. അപ്പോ നിങ്ങൾ പറയൂലേ ക്ലോക്ക്. സത്യം, ആരാണ് നമ്മുടെ മക്കളെ കളവ് പറയാൻ പഠിപ്പിക്കുന്നത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഇരിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലിരിക്കുമ്പോ അംർ ഇബ്നു ആസ് പുറത്തുനിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് മോനോട് വിളിക്കുക, മോനെ ഇങ്ങോട്ട് വാ, ഇതാ മോനിക്കൊരു സാധനം ഇതാ എന്ന് പറഞ്ഞിട്ട് മോനെ വിളിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ വല്ലതുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ കയ്യിൽ വല്ലതുമുണ്ടോ? അംർ ഇബ്നു ആസിന്റെ ഉമ്മ പറഞ്ഞു, ഫിഹി തംറ, കാരക്കുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് നിങ്ങളെ മക്കളെ വിളിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെ കള്ളത്തി എന്ന് രേഖപ്പെടുത്തും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എത്ര കള്ളന്മാരും കള്ളത്തികൾ ഉണ്ടാകും? കാരണം എന്താ? വില പിടിച്ചൊരു സാധനം നമ്മളെ മോനെടുക്കും, അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, മോനെ ഇത് തരാം, മോനെ അതിങ്ങത്താ, എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? അത് കൊടുക്കൂല. അപ്പൊ കുട്ടി മനസ്സിലാക്കിയ കള്ളം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വലിയൊരു പ്രശ്നമൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിൽ ഹഖ്ക വലൗ കാന മുറ, സത്യം മാത്രമേ പറയാവൂ, അതെത്ര കൈപ്പിട്ടുള്ളതാണെങ്കിലും ശരി. ഇത് മക്കൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം. അല്ലേ? ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആ കലിമത്ത് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം, റബ്ബിനെ പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ നോക്ക്, ഇന്നത്തെ കുട്ടികളും അന്നത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് ചെറിയ മോനെ വിളിച്ചിട്ട്, മോനെ സൂറത്ത് ഫാത്തിഹ അറിയോ? സൂറത്ത് ഫാത്തിഹ മോനക്ക് കുൽഹു അല്ലാഹു അറിയോ? കുൽഹു അല്ലാഹു. ഇതൊന്നും നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്കില്ല. നിങ്ങൾ ചോദിക്കും, മോനെ എനിക്ക് ഡാഡി മമ്മി അറിയാം? അതറിയാതെ. മോനെ എനിക്ക് നാദാവൃത്ത പെണ്ണുങ്ങളെ കണ്ടിക്കാന്നുള്ള പാട്ടറിയാം? അതറിയാതെ. അല്ലേ? എന്താ? കോലം മാറി. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ മക്കളുടെ കോലം മാറി തുടങ്ങി. ശരിക്കും ശ്രദ്ധിക്കണം. വിശ്വാസരംഗം അവരുടെ വിമലീകരിക്കണം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അടിസ്ഥാനപരമായി മഅരിഫത്തുല്ലാഹ്, അല്ലാഹനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. വമഅരിഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. വമഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ മക്കൾ ചെന്നിട്ട് പറയും, വഖാലല്ലദീന കഫറു, അവര് അവിടെ വെച്ച് പറയും, പടച്ചോനെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു, ഞങ്ങൾക്കൊന്ന് കാണിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങൾ അവരുടെ കാലിന്റെ അടിയിലിട്ട് ഞങ്ങളെന്ന് അവരെ ചവിട്ടി താഴ്ത്തിക്കളയട്ടെ എന്ന് പരലോകത്ത് അല്ലാഹുവിനോട് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഗതികേട് വരാതിരിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാം. ഏറ്റവും പ്രധാനമായി ഖുർആൻ അവരെ പഠിപ്പിക്കുക. 7 വയസ്സായാലും നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാലും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. എന്നാൽ 12ഉം 14ഉം വയസ്സായ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, എന്താ ചാ വിട്ടണമെന്നാ. 10 വയസ്സായി അടിക്കണം. 10 വയസ്സായിട്ടും 15 വയസ്സായിട്ടും 25 വയസ്സായിട്ടും നിസ്കരിക്കില്ല. പിന്നെ ഇവനെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അല്ലേ? പലപ്പോഴും എന്താ അറിയോ, പല ഉമ്മമാരും മനസ്സിലാക്കി എന്താ അറിയോ, നിസ്കാരമൊക്കെ അങ്ങോട്ട് മദ്രസന്ന് പഠിക്കും, മാസത്തിൽ 125 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കുന്ന ഫീസ്. എന്താ ഓലിക്ക് എന്താ പണി? ഏത് മദ്രസയിലെ മൊയ്ലിയർക്ക് എന്താ പണി? എന്താ നിസ്കാരം പഠിപ്പിച്ചാല്? ശരിക്കും നിങ്ങൾ നോക്ക്, ആകെ 2 മണിക്കൂറാണ് മദ്രസ കിട്ടുക. ആ 2 മണിക്കൂറിൽ 7 മണിക്ക് തുടങ്ങിയിട്ട് 9 മണിക്ക് അവസാനിക്കും മദ്രസ. എത്ര മണിക്ക് നമ്മളെ മോൻ കയറി ചെല്ലുന്ന? 7:30 മണിക്കാ.
എന്നിട്ടോ ആ മദ്രസയിൽ 5 ക്ലാസ് ഉണ്ടാവും. 3 ക്ലാസ്സിലും കൂടെ ഒരു ഉസ്താദായിരിക്കും. ഈ ഉസ്താദ് അഖ്ലാഖ് പഠിപ്പിക്കണം, തജ്വീദ് പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, തഫ്സീർ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, അതേപോലെ തന്നെ ഈ ജാതി വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കണം, സ്വഭാവ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇതൊക്കെ ഈ ഉസ്താദ് പഠിപ്പിക്കണം. എന്നിട്ടോ ഉസ്താദ് നിസ്കാരത്തിന്റെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, വുളൂഇന്റെ രൂപങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പ്രാക്ടിക്കലായി ചെയ്യിച്ചു കൊടുക്കാൻ ഉസ്താദിന് സമയം ഉണ്ടാവില്ല. അത് ചെയ്യിച്ചു കൊടുക്കേണ്ട ആരാന്നറിയോ? ഉമ്മക്ക് എന്താ വീട്ടിൽ പണി? 24 മണിക്കൂർ 2 മണിക്കൂർ ആ മദ്രസയിൽ, ബാക്കി 22 മണിക്കൂർ നിങ്ങളെ മടുത്തിട്ടില്ല. മോനൊന്ന് ഒന്നുകൊടുക്കട്ടെ. ഇത് ചോദിക്കാൻ ഉമ്മാക്ക് സമയമില്ല. കാരണം എന്താ? ഉമ്മ സീരിയലിന്റെ മുമ്പിലാ. ഉമ്മ രാവിലെ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിർന്നാ പിന്നെ രാത്രി 10:30 മണിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ. അതിന്റെ അടുക്ക് മക്കളോട് പറയും, മക്കളെ നിങ്ങൾ ഖുർആൻ ഓതിക്കോളീൻ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കും. ആ സമയത്തുണ്ടാവും കുട്ടികൾ ഇങ്ങനെ വന്നിട്ട്, അല്ലാ നമ്മൾ ഇന്നലത്തെ സീരിയലിൽ ആള് മരിച്ചോളി, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, നമ്മളൊന്ന് ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നോക്കാം, ഉമ്മ കണ്ടാലും പ്രശ്ന അല്ലേ? ഈ ജാതി മക്കളാക്കി നമ്മളെ മക്കളെ വഴി പയപ്പിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളി, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെലിവിഷൻ നമ്മൾ എടുത്ത് ഒഴിവാക്കാം. ഇനി ഉണ്ടോ ചാനൽ വേണ്ട. നിങ്ങൾ മനസ്സിലായിക്കോളി, നമ്മുടെ വീട്ടിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 3 മറകളുണ്ട് അവസാനിപ്പിക്കാൻ. 3 മറകൾ. അത് ഏതാ 3 മറകൾ എന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയാൻ നമ്മുടെ വീട്ടിലൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട 3 മറ. യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഇദിനകുമുല്ലദീന മലക്കത് ഐമാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും. അതേ വിശ്വാസികളെ, ഈമാനുള്ളവരെ, 3 സമയങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിച്ചിട്ടല്ലാതെ റൂമിലേക്ക് കയറാൻ പാടില്ല. വാപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടല്ലാതെ ചെറിയ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത മക്കൾ വീട്ടിലെ തൊഴിലാളികളും അനുവാദം ചോദിക്കാതെ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ കയറാൻ പാടില്ല. ഏതൊക്കെയാ സമയം എന്നറിയോ? വമിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിന്റെ മുമ്പ് വാപ്പയും ഉമ്മ ഉറങ്ങുന്ന സമയ. അതേപോലെ തന്നെ വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന സമയം, നട്ടുച്ച സമയം. ആ സമയത്ത് ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് കയറാൻ പാടില്ല അനുവാദം ചോദിക്കാതെ. 3-മത്തത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശ, നിശാ നമസ്കാര ശേഷം. ആ സമയത്ത് വാപ്പയും ഉമ്മ ഉറങ്ങുന്ന സമയം, അനുവാദം ചോദിക്കാതെ റൂമിലേക്ക് കയറാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? സലാസു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണിത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകൾ. ഈ 3 മറകളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കാരണം അവിടെ നടക്കുന്നത് പരിപാവനമായ ദാമ്പത്യമാണ്. അത് കുട്ടികൾ കാണാനോ കേൾക്കാനോ അറിയാനോ സാക്ഷ്യം വഹിക്കാനോ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പരിപാവനമാണെന്ന് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? വീട്ടിലൊരു ടെലിവിഷൻ വെച്ചു. ടെലിവിഷൻ വെക്കുക മാത്രമാണോ? ചാനൽ കണക്ഷൻ കൊടുത്തു. എന്നിട്ടോ വാപ്പയും ഉമ്മയും വെല്ലിമ്മയും പേരക്കുട്ടിയും എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് സിനിമ കാണാ. എന്താ സിനിമ? കാമുകനും കാമുകയും കൂടി കിടപ്പ രഹസ്യം പങ്കിടുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകൾ എന്ന് പഠിപ്പിച്ച ഈ 3 മറകളെയും അടിച്ച് തകർക്കാണ് ഈ സിനിമയും സീരിയലും കാണിച്ചുകൊണ്ട്. മക്കളുടെ ധാർമ്മിക രംഗത്ത് അതപ്പതിച്ച മക്കളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേ അരാജകത്വം ഇന്നലകളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. സംഗീതം ഹറാം എന്ന് പറയുമ്പോൾ ആ ഹറാമിന്റെ സംഗീതം മകന്റെ മൊബൈലിലുണ്ട്, വാപ്പാന്റെ മൊബൈലിലുണ്ട്, ഉമ്മാന്റെ മൊബൈലിലുണ്ട്. ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ടിവിയെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് മടിയാണ്. എന്നാൽ മനസ്സിലാക്കുക, അമേരിക്കയിലെ പ്രഗത്ഭനായ ഒരു പീഡിയാട്രീഷ്യൻ ജെയിംസ് പി സ്റ്റെയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ ഒരു പഠനത്തിൽ അദ്ദേഹം പറയുന്നു, in one study teens are there top to source of sexual pressure, television show and music. അതേ കുട്ടികൾക്കിടയിൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന 2 സോയ്സുകളേ ഉള്ളൂ. കുട്ടികൾക്കിടയിൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന 2 സോയ്സ്. അതൊന്ന് ടെലിവിഷൻ ഷോ, സെക്കൻഡ് മ്യൂസിക്. അത് ടെലിവിഷൻ ഷോയും മ്യൂസിക്കുമാണ്. ഇത് രണ്ടും നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ വില പറയേണ്ടി വരും സഹോദരങ്ങളെ. നമ്മൾ വിധേയരാകേണ്ടി വരും എന്ന ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ നമ്മൾ നോക്കിക്കാണണം. ഇസ്ലാമിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. ഒന്ന്, നമ്മൾ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിക്കുക, നമ്മളെ മക്കളെ പഠിപ്പിക്കുക, നമ്മുടെ ഭാര്യമാരെ പഠിപ്പിക്കുക. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരെ, ഖു അൻഫുസകും വഅഹ്ലീകുൻ നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. എന്താണ് പണ്ഡിതന്മാർ
വിശദീകരിച്ചു എങ്ങനെയാണ് കുടുംബത്തെയും മക്കളെയും നരകത്തു നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. വബിത്തഅലീമിഹിം വബിത്തഅദീബിഹിം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട്, അതേ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് ആദ്യമായി ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കേണ്ടത് നമ്മളാണ്. പിന്നെ നമ്മുടെ ഭാര്യയെ പഠിപ്പിക്കണം, പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എല്ലാവരും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വാർത്തെടുക്കപ്പെട്ടവരായിരിക്കണം. അത് മധുരിക്കുന്ന കുടുംബമായി തീരും. അവിടെ സമാധാനം ഉണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ കുളിർമയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു നിലവാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 നേരവും പടച്ചവനോട് പറയാ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയ്യുൻ. ആത്മാർത്ഥമായി 5 നേരവും പടച്ചവനോട് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്ന, അവൻ തൃപ്തിപ്പെടുന്ന മക്കളാക്കി മാറ്റി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.